ഓണം എക്സാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് ഇതാ ക്രിസ്മസ് എക്സാം തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഇനി നമ്മളുടെ മുന്നിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ആൻഡ് ആ ദിവസങ്ങളെക്കാട്ടിൽ കൂടുതൽ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഒരു ദിവസം ഒരു ചാപ്റ്റർ എങ്കിലും പഠിച്ചു തീർത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ടുള്ളത് വളരെ റിസ്ക് ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. ആൻഡ് എല്ലാ മക്കളും ഒരു കാര്യം ചെയ്യുക, ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മാത്സിൽ നിങ്ങളുടെ സ്കൂളിൽ ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെഡി. സോ ഏതൊക്കെയാണ് സാറേ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ്? ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഞങ്ങൾ ഏതൊക്കെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറബിയിൽ നിന്ന് പഠിക്കേണ്ട യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉമാണ്. അറ്റ് ദ സെയിം ടൈം സംസ്കൃതമാകുമ്പോൾ സെയിം യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം തന്നെ. മലയാളമാകുമ്പോൾ നിങ്ങൾക്ക് പദം പദം ഉറപ്പിച്ചു നാം, വംശം, ദയ, ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ, തഥാഗത, പിന്നെ അല്പമല്ല ഭുജിക്കുന്നു എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ആൻഡ് ബയോളജിയിലേക്ക് വരുമ്പോൾ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ റെസ്പിറേഷൻ ആൻഡ് എക്സ്പ്രഷൻ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഹിന്ദിയിലേക്ക് വരുമ്പം ഞാനിത് വായിക്കാനാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം. ഓക്കെ, സോ അടുത്തത് ഫിസിക്സിലേക്ക് വരുമ്പം ലോസ് ഓഫ് മോഷൻ ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഉണ്ട്. എടാ ഇതെന്താണ് ബയോട്ടൻ ഫോഴ്സോ എന്തോ തെറ്റിയതാണോ? ഓക്കെ, ഈ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. വർക്ക് ആൻഡ് എനർജിയും ഉണ്ട് ഫിസിക്സിലേക്ക് വരുമ്പം. ജോഗ്രഫിയിലേക്ക് വരുമ്പം 3ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ. അത് പ്രത്യേകം നോട്ട് ചെയ്യണേ. 3ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ജോഗ്രഫിയിൽ നിന്ന് ഉണ്ടാവുക. അടുത്തത് ഉറുദു നോക്കുമ്പം ലെസൺ 6, 7, 8 ഉണ്ടാവും. ലെസൺ 9, 10, 11 ഉണ്ടാവും എന്നുള്ളത് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കെമിസ്ട്രിയിലേക്ക് വരുമ്പം 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവും ആൻഡ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ടാവും ആൻഡ് കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ടാവും, സൊല്യൂഷൻസും ഉണ്ടാവും. 3, 4, 5, 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നിന്നും ഈ വരാൻ പോകുന്ന എന്തിലുണ്ടാവും, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് മാത്സിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. 2, 4, 6 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് ഇററാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അടുത്തത് സിമിലർ ട്രയാങ്കിൾസ്, സർക്കിൾ മെഷേഴ്സ്, റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, പാർട്സ് ഓഫ് സർക്കിൾസ്. ഇത്രയും ചാപ്റ്റർ 6 ചാപ്റ്റർ മാത്സിൽ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ആൻഡ് മലയാളത്തിലേക്ക് വരുമ്പം എന്താണ് എല്ലാം ഞാൻ വായിക്കാം കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ. കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ, തരിശു നിലങ്ങളിലേക്ക്, അച്യുതം മാമ, നിങ്ങളും നിങ്ങളുടെ ജോലിയും, ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ ആൻഡ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം, അരുവിപ്പുറത്തു നിന്നു ഒരു സന്ദേശം, കാണുന്നുണ്ടനേകമക്ഷരങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് മലയാളം ഫസ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ആൻഡ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എന്താണ്, യൂണിറ്റ് 2 ഉണ്ട്, യൂണിറ്റ് 3ഉം ഉണ്ട്. യൂണിറ്റ് 2ൽ എന്താണുള്ളത്, സക്സസ് എന്ന് പറഞ്ഞ പോയം. യൂണിറ്റ് 3ൽ ആസ്പയർ ആൻഡ് എക്സ്പ്ലോർ ഉണ്ട്. ആൻഡ് സി ഫീവർ പോയം ഉണ്ട്. ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് വെയിറ്റിംഗ് ഫോർ റെയിൻ ഉണ്ട്. യൂണിറ്റ് 4ൽ ദ സ്ട്രൈവ് ആൻഡ് ത്രൈവ് ഉണ്ട്. ഇത് മൊത്തത്തിൽ ഒന്നാണോ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഒരുപാട് കാലം മുന്നേ അല്ലേ നമ്മൾ ഇംഗ്ലീഷൊക്കെ SSLC കഴിഞ്ഞ്. സോ ഇതെന്താണ്, ദ സ്ട്രൈവ് ആൻഡ് ത്രൈവ് ഒന്നും, അതുപോലെ ദ അൺസ്റ്റോപ്പബിൾ സോൾ സഫർ വേറെ, അതുപോലെ എ ഷീൽഡ് കൊറേജ് വേറെ. ഓക്കെ, മൂന്ന് വേറെ തന്നെ. റെഡി. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അത് എങ്ങനെ പഠിച്ചു തീർക്കും? ചില കുട്ടികളുണ്ട് എന്താ, അവർക്ക് കറക്റ്റ് ഒരു സിസ്റ്റം ഒന്നും വേണ്ടി വരില്ല. അവർ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് ഇതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു വിഭാഗം കുട്ടികളുണ്ട്. ഓരൊക്കെ എന്താ ഭയങ്കര കോൺസെൻട്രേഷൻ ഇടാൻ പറ്റും. ഓൾക്ക് നിങ്ങളെക്കാട്ടും കഴിവ് കൂടുതൽ നല്ല കേട്ടോ. ഓൾക്ക് ഭയങ്കര ഹാർഡ് വർക്ക് അവരിട്ട് ഭയങ്കര കോൺസെൻട്രേഷനിൽ ആരെയും ഹെൽപ്പില്ലാതെ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഈ പാഠഭാഗങ്ങളൊന്നും പഠിച്ചു തീർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ മെജോറിറ്റി 99% കുട്ടികൾക്കും ഇതൊക്കെ ഒരാളൊന്ന് സെറ്റാക്കി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ന ദിവസം ഇന്ന ചാപ്റ്റർ ഇന്ന രീതിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പഠിക്കാൻ പറ്റുന്ന കുട്ടികളായിരിക്കും 99%. ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളെന്താണ് പ്രീ ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത്. പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. എന്തെങ്കിലും ഒന്നും ചെയ്തു പോയിട്ട് കാര്യമില്ല, നല്ല രീതിക്ക് പഠിച്ചു പോകണം. ആ സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആൻഡ് അടുത്ത ബാച്ച് തുടങ്ങുന്നത് എന്നാണ്, ഒക്ടോബർ 20-നാണ്. നിങ്ങൾ ഒക്ടോബർ 23 വരെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടുന്നതാണ്. എന്തൊക്കെയാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒക്ടോബർ നവംബർ മാസം കൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ സകല പോർഷനും നമ്മൾ തീർക്കും. ആൻഡ് ആ ടൈമിനും നിങ്ങൾക്ക് ഓണം എക്സാം
എക്സാം. അപ്പോൾ എല്ലാവരും ഡൗട്ട് ആയിരിക്കും, സാർ ഇപ്പം പറഞ്ഞ ചാപ്റ്റേഴ്സ് മാത്രമേ ഉണ്ടാവുമോ? അല്ല, ഓണം എക്സാമിൽ നിന്നും ചെറിയ കുറച്ച് സാധനങ്ങൾ ചോദിക്കും. അപ്പോൾ ഓണം എക്സാം നമ്മൾ നോക്കേണ്ടിയുണ്ട് എന്ന് വെച്ച് ഫുൾ അത് നോക്കിക്കരുത്. മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞ പോർഷൻസ് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം 80% ചോദ്യങ്ങളും അതിൽ നിന്നായിരിക്കും വരിക. സോ അത് നിങ്ങൾക്ക് ഒക്ടോബർ നവംബറോടെ തീർക്കും. അത് ആ ടൈമിൽ തന്നെ എന്താ, നിങ്ങൾക്ക് ആപ്പിൽ ഫുൾ ചാപ്റ്ററും അവൈലബിൾ ആയിരിക്കും. ഓണം എക്സാമിൻ്റെ പോർഷനും നിങ്ങൾക്ക് അത് എടുത്ത് നോക്കി നിങ്ങളുടെ ഫ്രീ ടൈമിൽ പഠിക്കാം. ആൻഡ് ഡിസംബറിൽ നമ്മൾ റിവിഷനും മോഡൽ എക്സാമും നടത്തും. ആൻഡ് നിങ്ങളുടെ സിലബസ് ജനുവരി 30 ആകുമ്പോഴേക്ക് തീരും. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഞങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴേക്ക് സിലബസ് സ്കൂളിൽ തീരുന്നുണ്ടല്ലോ. എടാ, ജനുവരി 30 ആകുമ്പോഴേക്ക് ഞങ്ങൾ ഷെഡ്യൂൾ തന്ന് തീർക്കും എന്നാണ് പറയുന്നത്. അതായത് എന്താ, ഇന്ന ദിവസം ഇന്നത് പഠിക്കണം, ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലോഡ് ഒരു ദിവസം തരാൻ പറ്റൂല. നിങ്ങളിപ്പോൾ ലേറ്റ് ആയിട്ട് വരുന്നവരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്ന് കറക്റ്റ് ആ ഷെഡ്യൂൾ തീരുന്നതാണ് ജനുവരി 30. നിങ്ങൾ ഡിസംബർ ആകുമ്പോഴേക്ക് തന്നെ എന്താണ്, ഫുൾ ചാപ്റ്റർ അവിടെ ലഭിക്കും. ഓക്കെ, ഡിസംബർ ആകുമ്പോഴേക്ക് നമ്മളും കാര്യങ്ങളൊക്കെ തീർക്കുന്നതാണ്. ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഫുൾ റിവിഷനും മോഡൽ എക്സാമുകളുമായിരിക്കും ഉണ്ടാകുക. ആൻഡ് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. 3 സെറ്റ് ഓഫ് എക്സാംസ്. പഠിച്ചാൽ മാത്രം പോരാ, അത് നമുക്ക് മണ്ടേ കയറിയിട്ടുണ്ടോ എന്നറിയണം. അതിന് എക്സാമുകൾ വേണം. 3 സെറ്റ് എക്സാമുകൾ ഉണ്ടാവും. AI നോടായിരിക്കും നിങ്ങൾക്ക് ആപ്പിൽ, എജുപോർട്ട് ആപ്പിൽ ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ഡൗട്ട് ചോദിക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകൾ, ഓരോ ക്ലബ്ബുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് മാത്സ് ക്ലബ്ബ് ഉണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു എജുപോർട്ടിൻ്റെ ആപ്പിൻ്റെ അകത്ത്. ആ മാത്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ ഒന്നും അറിയില്ലെങ്കിൽ ഒന്നും കൂട്ടുന്ന എത്ര ആണെന്ന് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് നല്ല സ്കോർ കിട്ടാനുള്ള സകല ബേസിക് സാധനങ്ങളും, അത് ഒരു ബിലോ ആവറേജ് കുട്ടിയാണെങ്കിലും, ഒരു ആവറേജ് കുട്ടിയാണെങ്കിലും, ഒരു എബോ ആവറേജ് കുട്ടിയാണെങ്കിലും, ഒരു ബ്രില്യൻറ്റ് കുട്ടിയാണെങ്കിലും ഏത് കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആകുന്ന രീതിക്ക് ഉള്ള ക്ലബ്ബായിരിക്കും മാത്സ് ക്ലബ്ബ്. അതുപോലെ എല്ലാത്തിൻ്റെയും ക്ലബ്ബ് ഉണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, 2 ടൈപ്പ് നോട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. മെൻറ്ററിങ്, നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവില്ല. ആ മെൻറ്റർ നിങ്ങളെയും നിങ്ങളുടെ പാരൻറ്റിനെയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, മോളെ എന്താണ് പ്രശ്നം, എന്താ കഴിഞ്ഞതിനെക്കാട്ടിലും മാർക്ക് കുറഞ്ഞത്, ഇപ്പം നീ പഠിക്കേണ്ട ചാപ്റ്റർ ഇതാണ്, ഇതിപ്പോൾ ഈ രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇന്ന കാര്യമുണ്ട്, നീ എന്തിനാണ് ഇപ്പം ടെൻഷൻ അടിക്കുന്നത്, അത് പോയി, നമ്മളിപ്പോൾ ഇത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് സെറ്റാക്കാൻ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ A+ അല്ലാതെ എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. സോ നമുക്ക്, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നമുക്ക് മുന്നിലുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാണ്ട് ഒരു ദിവസം ഒരു ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തൂല. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ അങ്ങനെ തന്നെ അത് ചെയ്തു അടിപൊളിയായിട്ട്. ഓൾ ദ ബെസ്റ്റ്. ഇതിലെല്ലാം എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് തോന്നുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ അതിന് നിങ്ങളെ 100% ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജുപോർട്ട് ഇവിടെ ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളിവിടെ വന്ന് തന്നാൽ മാത്രം മതി. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ കൊണ്ട് നടന്ന് ചെയ്യിച്ചോളും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളെ ഒരു കാര്യം ചെയ്യൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. സോ ഈ ഓണം എക്സാമിൻ്റെ സിലബസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുക. ആൻഡ് ഇപ്പം കുറച്ച് കുട്ടികൾ കൂടി ലൈക്ക് ചെയ്യാത്തുണ്ട്. ആ മക്കൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എടാ, ഇവിടെ നിന്ന് ചിലപ്പോൾ മേ ബി ഈ ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടാവും, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിത് കണ്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ലാസ്റ്റായിട്ട് ഒരൊറ്റ കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. മാത്സിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സീ യു, ബൈ.